കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം നവംബർ 15 നടക്കും. പള്ളിക്കുന്നിലെ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി ഈ മാസം 15 അതായത് മറ്റന്നാൾ ശനിയാഴ്ച 15 പെട്രോളിയം ഡീലർമാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമതകളെ കുറിച്ച് നമ്മൾ ഇതിന് മുന്നേ വന്ന കോൺഫറൻസിൽ സംസാരിച്ചിരുന്നു. വല്ലാതെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ജനറൽ ബോഡി കൂടി വെച്ചിട്ടുള്ളത്. ആ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോമി തോമസ്, മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പെട്രോളിയം ഡീലേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ശ്രീ ലൂക്ക് തോമസ് ആണ്. അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ നിന്നും കൺസ്യൂമർ പമ്പുകളുടെ മറവിലും സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പിലൂടെ നഷ്ടമുണ്ടാകുന്ന ഇന്ധന കള്ളക്കടത്ത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക, സാധ്യതാ പഠനം നടത്താതെ ജില്ലയിലും സംസ്ഥാനത്തുടനീളം കൂണുകൾ പോലെ പമ്പുകൾ അനുവദിച്ച് കടക്കെണിയിലാകുന്ന ഡീലർമാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സർക്കാർ തലത്തിൽ നിലവിലെ പമ്പുകളുടെ ശോചനീയാവസ്ഥ പഠിച്ച് വേണ്ട സംരക്ഷണം നൽകുക എന്നിവയൊക്കെയായിരിക്കും യോഗത്തിലെ മുഖ്യ ചർച്ചാ വിഷയം. യാതൊരു സാധ്യതാ പഠനവും നടത്താതെ ബിനാമി വ്യക്തികൾ മുഖേന ജില്ലയിലുടനീളം അടുത്ത കാലത്തായി ഒട്ടനവധി പമ്പുകൾക്ക് അനുമതി നൽകിയതായും ശരാശരി ഒരു ദിവസം 5000 ലിറ്റർ ഇന്ധനമെങ്കിലും വിൽപ്പന നടത്തിയില്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി തുടങ്ങുന്ന പമ്പുകൾക്ക് ലാഭകരമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നിരിക്കെ അനധികൃതമായി ഡീലർഷിപ്പ് നേടിയെടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു ലോബി തന്നെ അടുത്ത കാലത്ത് ജില്ലയിൽ സജീവമായിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു വിജിലൻസ് അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുഖ്യമായിട്ടുള്ള വിഷയം നമ്മുടെ മാഹിയിലെ വിലയിലുള്ള അന്തരമാണ്. അതോടൊപ്പം തികച്ചും നിരുത്തരവാദപരമായ രീതിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കൺസ്യൂമർ പമ്പുകൾ എന്ന രീതിയിൽ ഓയിൽ കമ്പനികൾ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ പുതുതായിട്ട് 4-5 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രഷർ യൂണിറ്റ് ഉണ്ടെങ്കിൽ, ചുരുങ്ങിയത് ഒരു മാസം 20,000 ലിറ്റർ എണ്ണ കമ്പനിയിൽ നിന്നും വിട്ടെടുക്കാൻ തയ്യാറുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവർക്കൊക്കെ കൺസ്യൂമർ പമ്പുകൾ എന്ന നിലയിൽ ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ അനുവദിക്കുന്നുണ്ട്. പലരും ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളും അതേപ്പറ്റി കൂടുതൽ ഒരു പഠനം നടത്തിയായിട്ട് തോന്നുന്നില്ല. അതിന്റെ മറവിൽ നടക്കുന്ന ഇന്ധന കടത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെയും എത്രയോ 10 മടങ്ങ് കൂടുതലാണ്. നിലവിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിൽ നിന്നും വ്യത്യസ്തമായി ലിറ്ററിന് 12 രൂപ നികുതി ഇളവ് നൽകിക്കൊണ്ടാണ് കൺസ്യൂമർ ഔട്ട്ലെറ്റുകൾക്ക് ഇന്ധനം വിതരണം ചെയ്യുന്നത്. ആ ഇന്ധനം സാധാരണഗതിയിൽ അവർക്ക് ഒരു മാസം 20,000 ലിറ്റർ മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എങ്കിൽ പോലും അവർ അവരുടെ ഈ ഒരു ഡീലർഷിപ്പിന്റെ മറവിൽ ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണ അവർ കമ്പനിയിൽ നിന്ന് വിട്ടെടുക്കുകയും അതൊക്കെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും ഇപ്പോഴത്തെ കാലത്തായിട്ടുണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി വി ജയദേവൻ, ജനറൽ സെക്രട്ടറി എം അനിൽ, ട്രഷറർ സി ഹരിദാസ്, ട്രസ്റ്റ് ചെയർമാൻ ഇ എം ശശീന്ദ്രൻ, ജനറൽ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.